ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഡോണറ്റ്സ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് ഇളം ചൂടുപാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. വലിയ തരികളോട് കൂടിയ ഈസ്റ്റ് ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ ഇടാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഈസ്റ്റ് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇടുന്നുണ്ട്. പാൽപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി മൈദമാവ് ഇട്ട് കൊടുക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 1.5 കപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് കുറേശ്ശെ മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം സ്പൂൺ മാറ്റി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇടുന്നുണ്ട്. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി കുഴച്ചെടുക്കണം. ആവശ്യാനുസരണം മൈദമാവ് ഇട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് മാവ് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ്. കുറേശ്ശെ മാവ് ഇട്ടതിന് ശേഷം നന്നായി കുഴച്ചെടുത്താൽ മതി. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ടൈം എടുത്ത് നന്നായി തന്നെ കുഴച്ചെടുക്കണം. ഇനി 2 കൈയും ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. മുമ്പിലോട്ടും പിറകിലോട്ടും വലിച്ച് നന്നായി കുഴച്ചെടുക്കണം. ഒരു 5-8 മിനിറ്റ് നന്നായി തന്നെ കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി കിട്ടുന്നതും ഡോനറ്റ്സ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതും. ഈ ഡോനറ്റ്സ് ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാവ് കുഴച്ചെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു ടൈം എടുത്ത് മാവ് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 7 മിനിറ്റ് നന്നായി കുഴച്ചെടുത്ത മാവാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ഡോയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ പുരട്ടിയതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എടുക്കുന്ന പാത്രത്തിലും ഓയിലോ ബട്ടറോ ഒന്നും ഗ്രീസ് ചെയ്ത് വയ്ക്കണം. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ 1.5 മണിക്കൂറായാലും മതി. ഈ മാവ് നന്നായി പൊങ്ങി വരും. ഇപ്പോൾ ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡോ ഒരു അയഞ്ഞ പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ചപ്പാത്തിയെ പോലെ ഹാർഡായി പോകരുത്. ഇങ്ങനെ ഒരു അയഞ്ഞ ടെക്സ്ചറിൽ കിട്ടിയാൽ മാത്രമാണ് ഡോനറ്റ്സ് നല്ല സോഫ്റ്റായി കിട്ടുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എയർ ബബിൾസ് മാറ്റാം. ഒന്ന് കുഴച്ചെടുക്കാം. ഓവറായി കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് എയർ ബബിൾസ് മാറ്റിയാൽ മതി.
ഇവിടെ ഞാനിപ്പോൾ മാവ് ഈക്വലായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോ പീസും എടുത്ത് ഒരു ബോൾസ് ആക്കാം. ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ മതി. 2 വിരലുകൾക്ക് ഇടയിൽ വെച്ച് ഒരു ബോൾസിൻ്റെ രൂപത്തിലാക്കി ഉരുട്ടിയെടുക്കണം. ഇതുപോലെ എല്ലാ ബോൾസും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒരല്പം ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഒരു നനഞ്ഞ കിച്ചൺ ടവൽ കൊണ്ട് മൂടി വയ്ക്കാം. 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടി പൊങ്ങി വരും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോൾസൊക്കെ ഒന്നുകൂടി വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഡോനട്ട്സിന് ഉള്ളിലേക്ക് ഹോളിട്ട് കൊടുക്കുന്നതിന് ഇതുപോലൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നോസിലിൽ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്. ഒരല്പം മാവിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ ബോൾസിലേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു വട ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനുള്ളിലെ മാവ് മിനി ഡോനട്ട്സ് ആണ്, അത് കളയാനും വേണ്ട. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മാവൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ഒരുപാട് ചൂടാവാൻ വേണ്ടി നിൽക്കരുത്. ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ ഡോനട്ട്സ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. തിളച്ച എണ്ണയിലിട്ട് ഡോനട്ട്സ് ഫ്രൈ ചെയ്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓയിൽ ജസ്റ്റ് ചൂടായി തുടങ്ങുമ്പോഴാണ് ഡോനട്ട്സ് ഇടേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഡോനട്ട്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഞാനിപ്പോൾ ഡോനട്ട്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ മിനി ഡോനട്ട്സും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു വടയുടെ ഷേപ്പിലാണ് ഡോനട്ട്സ് കിട്ടിയിട്ടുള്ളത്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കുഞ്ഞു കുഞ്ഞു ഡോനട്ട്സുകൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഡോനട്ട്സ് ഡിപ്പ് ചെയ്യാനുള്ള ഗ്ലേസ് തയ്യാറാക്കാം. ഇതിന് 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സൗകര്യത്തിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വരണം. വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്താൽ മതി. അങ്ങനെ ചേർക്കുമ്പോൾ ബട്ടർ കുറച്ചും കൂടി എടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഈ ഒരു മിക്സ് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി വന്ന മിക്സിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കുന്നതിന് ഡാർക്ക് കോമ്പൗണ്ടോ ചോക്ലേറ്റ് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. കൊക്കോ പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. വെറുതെ ബട്ടറിൽ മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ കൊക്കോ പൗഡറിൻ്റെ ഒരു കയ്പ്പരസം ഉണ്ടാകും. 2 ഡോണട്ട്സിലേക്ക് ഞാൻ അല്പം പൗഡേർഡ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്ലേസിലേക്ക് ഡോണട്ട്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് ഗ്ലേസിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി മിനി ഡോണട്ട്സ് കൂടി ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ഡോണട്ട്സിന് മുകളിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസും സിൽവർ ബോൾസും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോണട്ട്സ് കാണാൻ നല്ല ഭംഗിയില്ലേ? ഭംഗി മാത്രമല്ല നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ്. ഇനി കുട്ടികളൊക്കെ ഡോണട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.